നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ കാരണഭൂതന്റെ വീട്ടിലേക്ക് ഇ.ഡി. വീണ്ടും ചെല്ലുന്നു എന്നുള്ളതാണ്. കാരണഭൂതനെ തേടിയാണ് ഇക്കുറി അടുത്ത വരവ്. കാരണഭൂതനെ ഒരുപക്ഷെ കാരണഭൂതന്റെ മന്ത്രിസഭയിലെ ചില അംഗങ്ങളെയും കൂടെ തേടി ഇ.ഡി. എത്തേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നും ഈ പറഞ്ഞതുപോലെ വാർത്തകളെല്ലാം ഈ പറയുന്ന CPM-നും അതുപോലെ തന്നെ പോഷക സംഘടനയായ SFIക്കും ഒക്കെ എതിരെയായിട്ടുള്ള വാർത്തകളാണ് ഇന്നും ഏറ്റവും കൂടുതൽ. ഒന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു കാലത്ത് ഒക്കെ ചങ്ങായി ആയിരുന്ന DMK-യുടെ മുഖപത്രം പിണറായിയും CPM-നെയും പൊതുരെ തീത്ത വിളിച്ചിട്ടുണ്ട്. അതാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാർത്ത എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ അയോധ്യയിൽ വലിയ കൊള്ള നടന്നു. ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ അത് കൊടുക്കുന്നു. കാരണം നമ്മൾ ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണത്. നമ്മളത് ഒരുപക്ഷെ നേരത്തെ നമ്മൾ ന്യൂസ് പരാമർശം എന്നുള്ള വിഷയം നമ്മൾ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. അതെ, അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പണിത ആ പുതിയ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ട് ഇത് ക്ഷേത്ര ആരാധനയ്ക്ക് തുറന്നു കൊടുത്തിട്ട് ഏതാണ്ട് 2 വർഷമൊക്കെ ആവുള്ളൂ. 2024 അവിടെ പ്രാൺപ്രതിഷ്ഠ നടക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്ത പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമാണെന്നുള്ള വലിയ പ്രത്യേകത കൂടി അതിനുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം രാമജന്മഭൂമി ട്രസ്റ്റിന്റെ പിന്നെ എന്താ അദ്ദേഹം ചമ്പത് റായ് പ്രധാന ആള് സെക്രട്ടറിയായിട്ടുള്ള അനിൽ മിശ്രൈ, അദ്ദേഹം വേറെ മറ്റു പല ഹൈന്ദവ സംഘടനകളുടെയും വലിയ പദവിയിലിരിക്കുന്ന ദേശീയ വൈസ് പ്രസിഡന്റാണ് ഈ ചമ്പത് റായ്. അപ്പോൾ ഇവര് രണ്ടുപേരും രാജിവെച്ചു. ഏതാണ്ട് 10ഓളം പേരെ ഇതിനോടകം SIT അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വരവ് കുമിഞ്ഞു കൂടുകയാണ്. മാത്രമല്ല, നമ്മൾ ഇന്ന് വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ചമ്പത് റായിക്ക് ചുറ്റുമുണ്ടായിരുന്ന അദ്ദേഹം ഡ്രൈവർ ഉൾപ്പെടെയുള്ള അവിടുത്തെ ജീവനക്കാർ പലരും പെട്ടെന്ന് അവരുടെ ജീവിതശൈലി മാറുന്നു എന്നാണ്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് ആഡംബര കാർ വാങ്ങുന്നു, വലിയ ആഡംബരത്തിൽ ജീവിക്കുന്നു, പെട്ടെന്ന് വല്ല പണക്കാരെ മാറുന്നു. അത് അവരുടെ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ അയാളുടെ ആസ്തി 5.5 കോടി രൂപയാണ് ഈ ക്ഷേത്ര ജീവനക്കാരനായി മാറിയതാണ്. എന്നാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴേ അവിടുത്തെ പഴയ ഒരു അക്കൗണ്ടന്റ് ആണ് ഇത് ആദ്യം പുറത്ത് വിടുന്നത്. അയാൾ കുറച്ച് ചിത്രങ്ങൾ എടുത്ത് കുറെ വീഡിയോസ് എടുത്ത് അയാൾ പുറത്തു വിട്ട് കണക്കിലുണ്ടായിരുന്ന ഈ പോരായ്മകൾ അയാൾ കണ്ടെത്തി. 5 ലക്ഷം രൂപയുടെ കുറവ് രസീതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം പുള്ളി പരിശോധിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരുന്നതും. അദ്ദേഹം ഈ വിഷയം പുറത്തു വിടുന്നു. പുറത്തു വിടുന്ന പിന്നാലെ ഇദ്ദേഹത്തെ അവിടുന്ന് ജോലിയിൽ നിന്ന്. അതാണ് അതിന്റെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. ഈ കേരളത്തിൽ സംഭവിക്കുന്നത് പോലെ കുറ്റം കണ്ടുപിടിച്ചവൻ ആദ്യം പിടിച്ച് പുറത്താക്കി. അപ്പോൾ ചാണകക്കുഴിയിൽ നിന്നൊക്കെ 10 ലക്ഷം രൂപയാണ് SIT കണ്ടെത്തിയത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇവര് മൊത്തം കൊണ്ടുപോവാണ്. അവര് ഈ നാണയം കാണിക്കയല്ല എണ്ണുന്നതിനകത്ത് വലിയ ക്രമക്കേടാണ്. ഇത് മേശപ്പുറത്തിട്ടായിരുന്നു എണ്ണിക്കൊണ്ടിരുന്നത്. ഈ എണ്ണിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത് അടിച്ചു മാറ്റുന്നു. ഈ CCTV എല്ലാം ഇവർ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ മോഷണം നടത്തിയത്. ഇത് വലിയ മോഷണം. ഇപ്പോഴും ആദ്യം 200 കോടി എന്നുള്ള ഒരു ഫിഗറിലാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇപ്പം അതിശയോക്തിയാകാം, പെരുപ്പിച്ച് കാട്ടിയതാകാം, 6000 കോടി വരെ പറയുന്നുണ്ട്. കാരണം അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മലയാളികളെ പോലെ അല്ല, നമ്മൾ ശബരിമല പോലെ നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് കൂടുതൽ അവിടെ കാണിക്കുന്നത്. വലിയ തുകകളും മറ്റു ഉപഹാരങ്ങളൊക്കെ സ്വർണ്ണമൊക്കെ കൊടുക്കുന്നത് കൂടുതലും മലയാളികളല്ലാത്തവരാണ്. അതുപോലെ അയോധ്യ എന്ന് പറയുന്നത്, ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി BJP എത്രയോ പതിറ്റാണ്ട് നീണ്ടുനിന്ന വലിയൊരു ഫൈറ്റ് നടത്തി, നിയമയുദ്ധം അല്ലാതെ പ്രക്ഷോഭമൊക്കെ നടത്തി അവസാനം ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിച്ചതാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവിടേക്ക് ചെല്ലുന്ന വിദേശത്തും സ്വദേശത്തൊക്കെയുള്ള ഇന്ത്യക്കാരായ എത്രയോ പേർ അവിടെ കൊണ്ടുവന്ന് പണവും ഈ ഇത്തരം ആഭരണങ്ങളും സാധനങ്ങളും എല്ലാം അവരങ്ങ് ഡൊണേറ്റ് ചെയ്യണം, അത് കൊടുക്കുകയാണ്. അതെ, അതായത് ഈ ഇവിടുത്തെ കുംഭമേള കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടത്തേക്ക് ഏറ്റവും കൂടുതൽ വരവാണ്. ഏറ്റവും ആള് വന്നത് വജ്രം, സ്വർണം, വെള്ളി, ഇത് മുഴുവൻ കുമിഞ്ഞുകൂടി. ഇതിന് ഒരു വലിയ പങ്ക്. വെള്ളിക്ക് വലിയ വില ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ പണ്ടത്തെ പോലെ അല്ല, വെള്ളിക്ക് SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ 1400 കോടി രൂപയുടെ വരെ കൊള്ളയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ SIT കൃത്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. ചമ്പത് റായിയും അതുപോലെ അയാളുടെ സഹായി പിന്നൂറായിയോ അങ്ങനെ വേറൊരാളുണ്ട്. അതുപോലെ ഈ പറയുന്ന അനിൽ മിശ്ര, ഇവരെയൊക്കെ അറസ്റ്റിലാകുമെന്ന് ഒരു ശ്രുതി. സ്ഥലം വിട്ട് പോകാൻ പാടില്ല എന്ന് SIT അറിയിച്ചിട്ടുണ്ട്. അവിടെ തന്നെ തുടരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ADM-നാണ് ഇപ്പം ഇതിന്റെ ഒരു അന്വേഷണം കണക്കെല്ലാം എടുക്കാൻ കൊടുത്തത്. ഭരണച്ചുമതല അഡ്മിനിസ്ട്രേറ്റർ ഭരണം ജില്ലാ മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചു തോന്നുന്നു. അപ്പൊ ഇത് മൊത്തം കൂടി ശരിക്കും നമ്മൾ ആലോചിക്കണം. രാം ജന്മഭൂമി എന്ന് പറയുന്ന ഒരു വികാരം മുസ്ലിങ്ങൾക്ക് ഈ ഉംറയ്ക്ക് പോകുന്ന മക്ക പോലെ, ഇവർക്ക് ഈ ജെറുസലേം പോലെ ക്രിസ്ത്യൻസിന് എന്ന് പറഞ്ഞതുപോലെ ഈ രാം ജന്മഭൂമി, കൃഷ്ണ ജന്മഭൂമി, അത് രണ്ടും UP തന്നെയാണ്, ഉത്തർപ്രദേശാണ്. ഒന്ന് മഥുരയിലാണ്, ഇത് അയോധ്യയിലാണ്. ഈ അയോധ്യയിൽ നമുക്കറിയാം, അയോധ്യയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ
1526 ഈ മുഗൾ രാജവംശം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത്. അത് ബാബർ അഫ്ഗാനിൽ നിന്നും എത്തുന്നു. അദ്ദേഹം ഇവിടുത്തെ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്ന ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന ആളെ, ലോധി വംശ സ്ഥാപകനായിട്ടുള്ള ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഈ പാനിപ്പട്ട് യുദ്ധത്തിലൂടെയാണ് ഇവിടെ ഇത് തുടങ്ങുന്നത്. ഈ ബാബർ സ്ഥാപിച്ചതാണ് അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം നശിപ്പിച്ചതിന് ശേഷം അതിന്റെ അടിത്തറയിൽ തന്നെയാണ് ഈ ഉണ്ടാക്കിയത് എന്നാണ് ഇന്ന് ആരോപണം വന്നിരുന്നത്. പിന്നീട് ചില തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ വരുന്നത്. പിന്നീട് നമുക്കറിയാം 1992 ഡിസംബർ 6 അയോധ്യ കർസേവകർ ബാബറി മസ്ജിദ് തകർക്കുന്നു, അതിന്റെ മിനാരങ്ങൾ തകർക്കുന്നു, അത് മൊത്തത്തിൽ ഇടിച്ചു തകർക്കുന്നു. വൻ ജനക്കൂട്ടം, അവിടുത്തെ സർക്കാരിന് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത. അതിനുശേഷം പിന്നീട് രഥയാത്ര നടത്തിയിരുന്നു. കർസേവയ്ക്ക് മുന്നോടി നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ കർസേവയ്ക്ക് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് മുന്നോട്ട് പോയി. ഈ മുന്നോട്ട് പോയ സമയത്ത് പിന്നീട് കേസായി, വഴക്കായി. അവസാനം ഇതൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥ പോലെ തന്നെ സുപ്രീം കോടതി ഈ സ്ഥലം ക്ഷേത്രത്തിന് കൊടുക്കുന്നു, പകരം മോസ്ക് പണിയാനുള്ള സ്ഥലം വിട്ടുകൊടുക്കുന്നു. സുപ്രീം കോടതി ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ആണ് ഉണ്ടാക്കിയത്. പക്ഷേ BJP അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇതിന് വലിയ ഒരു മുന്നേറ്റം വരുന്നു. അങ്ങനെയാണ് അവിടെ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നത്. അത് പൊതുജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചാണ്. വലിയൊരു ശില്പകലയുടെ ഒരു ഉദാഹരണമായിക്കൊണ്ട് അത്യാവശ്യം ലോകത്തിനെമ്പാടും നിന്ന് അവിടത്തേക്ക് ഇഷ്ടികയൊക്കെ കൊണ്ട് ശിലകളൊക്കെ കൊണ്ടുവന്നിരുന്നു, കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 2024 ഇത് പ്രാൺപ്രതിഷ്ഠ നടക്കുന്നത്. നടന്നതിന് ശേഷം, ഈ ക്ഷേത്രം തുറന്നതിന് ശേഷം അയോധ്യ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞാൽ തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായി. ഇതൊരു കാഴ്ചയായിരുന്നു. അയോധ്യയിലേക്കുള്ള റോഡുകളെല്ലാം വലിയ തോതിൽ അങ്ങനെ ഒരു വലിയ ഇതായിരുന്നു. പിന്നെ ആരാധനാലയമായിട്ട് മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇഷ്ടം പോലെ എത്താൻ തുടങ്ങി. അവർ വെറുതെ കയ്യും വീശയല്ല വന്നത്. അവർ ശരിക്കും ഈ പറയുന്ന പോലെ സ്വർണം, വെള്ളി, വജ്രം, നമുക്കറിയാം ശബരിമല പോലെ, തിരുപ്പതി പോലെ സമ്പത്ത് കുമിഞ്ഞുകൂടി. ഈ കുമിഞ്ഞുകൂടിയ സമ്പത്തൊക്കെ കണ്ട് അവിടുത്തെ ജീവനക്കാരുടെ കണ്ണ് മഞ്ഞളിച്ചു ഓരോരുത്തരായിട്ട് ഈ സാധനം വാരിക്കൊണ്ടുവരുന്നത്. അതാണ് സംഭവിച്ചത്. ഇവര് ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. ഈ വന്ന വരുമാനം കണ്ടിട്ട് എല്ലാം കൂടെ എടുത്തുകൊണ്ട് അവർ കൊണ്ടുപോവുകയാണ്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കാവൽ ഏൽപ്പിച്ചിരുന്ന ആളുകൾ അതിനാണ് ചെയ്തതെന്ന് നമ്മൾ ശബരിമലയിൽ സംഭവിച്ചതിന്റെ വേറെ പതിപ്പ് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ തന്നെ അവസാനം ഇത് പ്രതിപക്ഷം ഏറ്റെടുത്തു. അഖിലേഷ് യാദവ് അടക്കം ഉള്ള പ്രതിപക്ഷം ഉത്തർപ്രദേശിലെ, പ്രത്യേകിച്ച് അവർ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരാറായിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അവരത് ഏറ്റെടുക്കുന്നു. ആ വിഷയം ഏറ്റെടുത്ത പിന്നാലെ മോദിക്കല്ല ഇദ്ദേഹത്തിന് യോഗിക്ക് കാര്യം മനസ്സിലാകുന്നു. യോഗി ഉടൻ തന്നെ SIT നിയോഗിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഭരണം ADM-നെ ഏൽപ്പിക്കുന്നു. മൊത്തത്തിൽ ഇത് ഇവിടുന്ന് പോയിട്ടുള്ള എത്ര കോടി രൂപ, അതായത് അക്കൗണ്ടിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ബാങ്കിൽ വന്ന പണത്തിൽ പോലും തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ആളുകൾ നോട്ട് കെട്ടുകളുകൊണ്ട് അവരെ മുന്നിൽ ബാങ്കിൽ അടച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ള തട്ടിപ്പുകൾ, എല്ലാവിധ തട്ടിപ്പുകളും ഈ ചുരുങ്ങി 2 വർഷം കൊണ്ടാണ്. അപ്പോൾ ആലോചിച്ചോണം, ഇവർ 6000 കോടി തട്ടിച്ചു എന്നുള്ളത് ഒരു വൈൽഡ് ഗസ്സാണ്. അത് വെച്ച് തന്നെ നമ്മൾ കണക്ക് കൂട്ടിയാൽ തന്നെ നോക്കി 2 വർഷം കൊണ്ട് 6000 കോടി രൂപ വരണമെങ്കിൽ അവിടുത്തെ യഥാർത്ഥ വരവ് എത്ര രൂപ? മാത്രമല്ല അവിടെ ഒരുപക്ഷെ അവിടെ നിന്നുള്ള ലഭിച്ച ഈ ആഭരണങ്ങൾ, രത്നങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇത് അവിടെ അമൂല്യമാണ്. കാരണം അതിന്റെ അല്ലാത്ത വാല്യൂ കൂടുതലാണ്, സ്പിരിച്വൽ വാല്യൂ കൂടുതലാണ്. അവിടെ ചാർട്ട് ചെയ്താണെന്ന് പറഞ്ഞ് ഇവർ വിദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ ധനികന്മാരൊക്കെ ഇവിടെ മറ്റേ നമ്മളെ ശബരിമല പാളി കൊണ്ടുപോയതുപോലെ കാണിക്കുക വിൽക്കുകയൊക്കെ ചെയ്തതാണ് എനിക്ക് ഇഷ്ടം പോലെ. എന്തായാലും ഇത് വലിയ പ്രശ്നമായി മാറി. രാജ്യമെമ്പാടും ഇതിപ്പം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. രാമന് ജന്മഭൂമിയിൽ നിർമ്മിച്ച പവിത്രമായ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ ജീവനക്കാർ തന്നെ, അല്ലെ ഭരണസമിതി തന്നെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ അറസ്റ്റുണ്ടായി. 10 പേരെ ഉള്ള ഇതിനോടകം അവരെ മേലെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. കാരണം ഇത് ഈ നാട്ടിലെ വിശ്വാസികളെ മുഴുവൻ ഭയങ്കര ഒരു വഞ്ചിക്കായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. മാത്രമല്ല മധുരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അവിടെ 1000 കോടി രൂപയുടെ തട്ടിപ്പാണ്. മുഖ്യ പുരോഹിതനാണ് കത്തയച്ചത്. പക്ഷെ അത് ക്ഷേത്ര ഭരണസമിതി അത് നിഷേധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിനെക്കുറിച്ചും അത് അന്വേഷിക്കേണ്ടതാണ്. നടക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നിലവിലത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നമ്മളത് പറയേണ്ടിയിരിക്കും. ഇപ്പൊ നമ്മൾ അയോധ്യയിൽ നിന്ന് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന SFI മാർച്ചിനിടെ നല്ല ബ്ലേഡ് കൊണ്ട് ഒരു പ്രയോഗം SFIക്കാർ പിള്ളേർ പോലീസിന് നേരെ നടത്തിയത്. എന്നിട്ട് അവര് പറയുന്നത് ഞങ്ങളാണ് ഈ ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണത്തിന് വിധേയരായത് എന്ന് പറഞ്ഞാൽ പോലീസ് ബ്ലേഡ് കൊണ്ട് ഞങ്ങൾ ആക്രമിച്ചു, ബ്ലേഡ് ആക്രമണം നടത്തി പോലീസാണെന്നാണ് അവർ ആരോപിച്ചത്. നട്ടാ കുരുക്കാത്ത കള്ളം പറയുമ്പോൾ ഇവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെയാണ്, പണ്ടത്തെ പോലെ അല്ല.
എല്ലാ ഭാഗത്തും ക്യാമറയുണ്ട്. ഇനിയിപ്പോൾ പോലീസ് ഫോട്ടോഗ്രാഫറുടെ ക്യാമറ വേണമെങ്കിൽ അതിലും ഈ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഇവരാണ് കൊണ്ടുവന്നത്. ഇവർ കൊണ്ടുവന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, അവർ ഈ ബാരിക്കേഡ് മുറിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് പറയുന്നു. ബാരിക്കേഡ് കെട്ടിയിരിക്കുന്ന വലിയ വടം, ഒരു ബാരിക്കേഡ് വടം കൊണ്ട് നമ്മൾ കാണുന്നില്ലേ പോലീസ്, നമ്മളൊക്കെ പല സമരത്തിനും വേണ്ടി പോയിട്ടുള്ളതാണ്. പോലീസ് ബാരിക്കേഡ് അത് കെട്ടിയിരിക്കുന്ന വടമൊന്നും നല്ല കനമുള്ളതാണ്. അത് ഈ ബ്ലേഡ് വെച്ചൊന്നും മുറിക്കാൻ കഴിയില്ല. ഷേവ് ചെയ്യുന്ന ബ്ലേഡ് വെച്ച് ബ്ലേഡ് ഒടിഞ്ഞു പോവേ ഉള്ളൂ. അതിന് വല്ല ഹാക്സ ബ്ലേഡ് അങ്ങനെ കൊണ്ട് മുറിക്കണം. അത് ഹാക്സ ബ്ലേഡ് വെച്ച് മുറിക്കുകയാണെങ്കിൽ ശബ്ദം കേട്ടെങ്കിലും പോലീസുകാർ ഓടി വരും. ഇത് വെറും കള്ളമാണ്. ഇത് കൃത്യമായി ഇവർക്ക് എവിടെ നിന്ന് പരിശീലനം കിട്ടിയതാണ്. നേരത്തെ പറയുന്നത് പോലെ പാർട്ടി സ്റ്റഡി ക്ലാസ്സുകൾ ചിലപ്പോൾ ഇതൊക്കെ പുതിയ പാഠങ്ങളായിരിക്കും, ഗൊറില്ല യുദ്ധ മുറകളായിരിക്കും ബ്ലേഡ് കൊണ്ടുള്ള പ്രയോഗം. അതായത് നമ്മൾ സന്ദേശ സിനിമയിൽ പറയുന്ന പോലെ നിങ്ങൾ ഓടയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന് കല്ലിറക്കി എറിയണമെന്നാണ് അവരുടെ ഗൊറില്ല യുദ്ധമുറ. അത് കറക്റ്റാണ്. പണ്ടത്തെ ഇവരുടെ ഗൊറില്ല യുദ്ധം അല്ലെ, നിങ്ങൾ വലിയ മരത്തിന് മുകളിൽ കയറി ഇരുന്നിട്ട് അതിന്റെ ശിഖരങ്ങളിൽ മറഞ്ഞിരുന്ന് അവിടെ നിന്ന് ഇത് എടുത്തെറിയുക. മാത്രമല്ല നമുക്ക് ഓർമ്മയുണ്ട്, കണ്ണൂർ ജില്ലയിൽ കുറെ നാൾ മുമ്പ് ഇതുപോലെ ഒരു ആരോപണം വന്നിരുന്ന ഒരു പെൺകുട്ടിയുടെ കാലിൽ തുടയിലോ മറ്റോ അതിന് RSS എന്ന് കുത്തിയിരുന്നു എന്നൊന്ന് ചാപ്പ കുത്തിയെന്ന് വന്നിരുന്നു. അവസാനം കണ്ടുപിടിക്കപ്പെട്ടു SFIക്കാരിയായിരുന്നു. പുള്ളിക്കാരി തന്നെയാണ് സ്വന്തമായിട്ട് കുത്തി ചാപ്പ കുത്തിയതാണ്. സുകുമാരൻ അന്വേഷണ ദിവസം കണ്ടുപിടിച്ചിരുന്നു. മാത്രമല്ല അത് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു കൈരക്ഷ വ്യക്തനെ കൊണ്ടുവന്നാൽ ഒരാൾ സ്വന്തം കൈകൊണ്ട് എഴുതുന്നതും വേറൊരാൾ നമ്മുടെ ശരീരത്തിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല ഈ ഫോറൻസിക് പരിശോധന അല്ലാത്ത പരിശോധന വേറൊരാൾ ബലം പിടിച്ച് ആയിരിക്കുമല്ലോ. ഇപ്പം എന്റെ ശരീരം മുറിയുന്ന ശരീരത്തെ ഞാനായിട്ട് ഇത് എഴുതണമെങ്കിൽ, അല്ലെ ഞാൻ ഇത് മുറിക്കണം, ഞാനൊരു സൈക്കോ ആയിരിക്കണം, അല്ലെ ഞാൻ നല്ലപോലെ ലഹരിയിലായിരിക്കണം, അതും അല്ലെങ്കിൽ ഞാനൊരു ആത്മഹത്യ ചെയ്യാനുള്ള കണ്ടീഷനിലായിരിക്കണം. അല്ലാതെ ആ രീതിയിൽ ഒരാൾ എഴുതുന്നതും ബലം പിടിച്ചൊരാൾ എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പണ്ട് പുനലൂർ ഒരു പയ്യന്റെ ഇതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിലല്ലേ പുറത്തെ ചാപ്പ കുത്തി SFI കോമ്പസ് കൊണ്ട് എഴുതി വിട്ട. ഇപ്പൊ എന്തായാലും ശരി, ബ്ലേഡുമായിട്ട് വന്ന ഈ വിദ്വാൻമാരിൽ ബ്ലേഡ് മാഫിയയിൽ ഒരുത്തനെ ഇന്ന് പൊക്കിയിട്ടുണ്ട്. SFI ഇനി മുതൽ ബ്ലേഡ് മാഫിയ എന്ന് അറിയപ്പെടും. അതിൽ അൽ അമീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് SFI പ്രവർത്തകനാണ്. രാവിലെ അയാളുടെ വീട്ടിൽ നിന്ന് പൊക്കി കാട്ടാക്കടയിൽ നിന്ന്. കാരണം ഫോട്ടോയ്ക്കകത്ത് കൃത്യമായിട്ടുണ്ട് അണ്ണന്റെ കൈ ബ്ലേഡ് ഇരിക്കുന്നത്. വേറൊരു വിറ്റുണ്ട്, ഇവർക്ക് എനിക്കത് പോക്കറ്റടിയിൽ പരിശീലനം കൊടുത്തിട്ടുണ്ട്. കാരണം മറ്റേ മരുന്നടിക്കാൻ പൈസ വാങ്ങിക്കണ്ടേ, പൈസ വേണ്ടേ? ബാഗ് മറിക്കാൻ ഈ കള്ളന്മാര് ഈ വിരലിനിടയിൽ ബ്ലേഡ് പീസാക്കി കയറ്റി വെച്ചിട്ടാണ് ബാഗ് കീറി ഇതെടുത്തു. അത് വനിതകളും ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേക. അവർ ഈ പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വയറ് കീറുന്ന അതേ ലാഘവത്തോടെ നമ്മൾ ആരും അറിയാതെ ഈ പേഴ്സ് എടുത്തുകൊണ്ട് പോകും. അപ്പൊ അതുപോലുള്ള പ്രയോഗം ഇങ്ങനെ കൈക്ക് വിരലിനിടെ വെച്ച് പോക്കറ്റടിയുടെ ഒരു സൈനാണ് ഇതിനകത്ത്. ഈ തമിഴ്നാട്ടിൽ കള്ളന്മാരുടെ ഗ്രാമം ഉണ്ടല്ലോ, തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് ഒരുപക്ഷെ പ്രതിനിധികളെ കൊണ്ടുവന്ന് ഇപ്പൊ അവിടെ സ്റ്റഡി ക്ലാസ് എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ സംശയിക്കേണ്ടിരിക്കുന്നത് എങ്ങനെ നേടണമെന്നുള്ള. അത് മൊത്തത്തിൽ വിഴുങ്ങാനുള്ള കാര്യമാണ്. പോക്കറ്റടി കൈ നനയാത്ത തിരുട്ടാണ്. അപ്പൊ എന്താണെങ്കിലും ശരി, ഈ ആശാന്മാര് എന്ത് സംഭവിച്ചു, ഇവരിത് ബ്ലേഡ് മുറിക്കാൻ, ഈ വടം മുറിക്കാനാന്ന് പറഞ്ഞാണ് ഈ ബ്ലേഡ് കൊണ്ടുവന്നത്. പക്ഷെ എനിക്കിപ്പോഴും അതിനകത്ത് ശക്തമായ സംശയമുണ്ട്. കാരണം ഇവർ പോലീസിനെ ആക്രമിക്കാൻ, ഇവരെ ഗറില്ല യുദ്ധമുഖ പ്രകാരം ആക്രമിക്കാൻ കൊണ്ടുവന്നാണ് ഈ ബ്ലേഡ്. ഇത് പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇതിനു വേണ്ടി എടുത്തു എന്നാണ് പറയുന്നത്. ഒരു SFIയുടെ പ്രവർത്തകനായ ഒരു കുട്ടിയുടെ മുതുകില് പോലീസുകാർ വരച്ചു പറഞ്ഞു. പക്ഷേ ഷർട്ട് കീറിയിട്ടില്ല. ഷർട്ട് കീറാതാണ് വരച്ചിരിക്കുന്നത്. ഷർട്ട് ഊരി വെച്ചതിന് ശേഷമാണോ പോലീസുകാർ പിടിച്ചോണ്ട് ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ? കാരണം ഇവർ ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു മാരകായുധമാണ്. ആ ബ്ലേഡ് ഉപയോഗിച്ച് പോലീസിന് മുറിവേറ്റു എന്ന് വന്നപ്പോഴാണ് ഈ പോലീസുകാർക്ക് പിന്നീടാണ് കാര്യം മനസ്സിലായി. അവർ ശരീരം നീരെ തുടങ്ങിയപ്പോൾ അവർ നോക്കുമ്പോൾ ദേഹത്തെല്ലാം മുറിവുകളുണ്ട്. മാത്രമല്ല ബ്ലേഡ് അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി അവരത് എടുത്തു. അത് ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. അത് ഡിജിറ്റൽ തെളിവുകൾ അത് വേറെ പിന്നാലെ വരും, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വരും. അപ്പൊ ഈ ഡിജിറ്റൽ തെളിവിലുണ്ട് ഇവന്മാർ ഇത് വെച്ച് ഈ വടം കട്ട് ചെയ്യുന്നത്. പല പാവപ്പെട്ട വീട്ടിലെയും പിള്ളേരായിരിക്കും ഇവന്മാർ പറഞ്ഞ് ഈ നേതാക്കന്മാർ ആരെങ്കിലും മക്കള് ഇമാതിരി പണിക്ക് ബ്ലേഡ് എടുക്കാൻ അല്ലെങ്കിൽ കത്തിക്കാലും പോകും. എന്താണെങ്കിലും ഈ ബ്ലേഡ് വെച്ച് ഈ വരഞ്ഞതിന്റെ ചിത്രങ്ങൾ കിട്ടി. മാത്രമല്ല പോലീസുകാർ ഇതിന് ചികിത്സ തേടി, ഉദ്യോഗസ്ഥർക്ക് നല്ലപോലെ മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ പണിവാളി ബ്ലേഡ് പിടിച്ചു എന്നുള്ളത് ഉറപ്പായപ്പോഴാണ് ഇവർ പുതിയ തിയറിയുമായി വന്നത്. ഇരവാദം ഉന്നയിച്ച് കൊണ്ടുവന്നതാണ്. ഈ പറഞ്ഞ പുറം മുഴുവൻ വരഞ്ഞു എന്ന് പറഞ്ഞ ആ പയ്യന്റെ 2 കൈയും വരഞ്ഞ് പുറത്തെല്ലാം വരഞ്ഞു. പക്ഷെ അപ്പോഴും എവിടെടാ അതിന്റെ ഷർട്ട്, മുറിവേറ്റ ഷർട്ട് എവിടെ? അതില്ല. പോലീസ് വരയണമെങ്കിൽ ഒന്നുകിൽ വരയുന്ന വീഡിയോ വേണം. എല്ലാ ചാനലുകളുടെയും വീഡിയോകളുണ്ട് അവിടെ. എല്ലാ പോലീസിന്റെ തന്നെ വീഡിയോ ക്യാമറമാരുണ്ട്. ഇവരെല്ലാം ഷൂട്ട് ചെയ്യുകയാണ് തത്സമയം. അപ്പോഴാണ് ഇവന്മാർ ഇരിക്കുന്നത്. അല്ല, അതൊന്നും ആലോചിക്കണം. ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവപ്പെട്ട വീട്ടിലെ പിള്ളേരായിരിക്കും.
ഇവന്മാർ ഇത് ബ്ലേഡ് വെച്ച് കയറിയിട്ടേ ടീറ്റിയെങ്കിലും എടുത്തിട്ടുണ്ടോ തോര അല്ലെങ്കിൽ കഷ്ടമാണ് ഇപ്പോഴൊരു അവസ്ഥ. ഇവരെ ഇപ്പോഴും കാരണഭൂതനാ ഭരിക്കുന്നത്, ഞങ്ങളുടെ പോലീസാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് കരുതിയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ബോധം വന്നിട്ടില്ല. ശരിയാണ്, കോടതിയും പോലീസും ഇപ്പോഴും നമ്മൾ തന്നെയാണ്, പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഉള്ളതല്ലേ. എന്തായാലും ഇതിനെ പ്രതിരോധിക്കാൻ ഇവർ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ ഇവരുടെ പരിപാടി സാധാരണ അവർ ഭരിക്കുമായിരുന്നെങ്കിൽ പോലീസിനെതിരെ കൗണ്ടർ കേസ് എടുക്കാമായിരുന്നു. ഇപ്പൊ അത് നടക്കുകയില്ല. കൗണ്ടർ കേസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ആ കാലമെല്ലാം കഴിഞ്ഞു പോയി. മാത്രമല്ല തിരിച്ചടികളുടെ മാത്രം കാലമാണ്. ഒരു പടി കയറ്റത്തിൽ നിന്ന് കുത്തനെയുള്ള ഒരു പടിയിറക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്താണെങ്കിലും ശരി ഇവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും നിയമത്തിന്റെ ആനുകൂല്യം കിട്ടത്തില്ല. തെളിവുണ്ട്, അതുപോലെ തന്നെ തെളിവുണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരാളകത്ത് പോയി, ഇനിയിപ്പോൾ ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, ആ സമരത്തിൽ വന്ന മുഴുവൻ ആൾക്കാർ. ഇവിടെ ഒരു മലയാളിയായ അഖിലേന്ത്യാ ഭാരവാഹി യുപിയിലെങ്ങാണ്ടുള്ള സ്വാശ്രയ കോളേജിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, ഇവിടെ സ്വാശ്രയത്തിനെതിരെ സമരം നടത്തുമ്പോൾ അതൊക്കെ ശരിയാണ്. ഇപ്പൊ എന്താണെങ്കിലും ശരി ഒരു കാര്യം ഉറപ്പാണ്, ഇവന്മാരെല്ലാം അകത്തു പോകും. ഈ പുറകെ വന്നവർ ED ആക്രമണത്തിന് ശേഷം ജാമ്യം കിട്ടാതെ കുറെ കുഞ്ഞുങ്ങൾ കൂടി ജയിലിലേക്ക് പോകണം. ഈ ജയിലിൽ നിറയ്ക്കാമെന്ന് പിണറായി വിജയന് വേണ്ടി ജയിലിൽ നിറയ്ക്കാൻ കുറെ പണ്ട് ഓർമ്മയുണ്ടോ AISFന്റെ YF-ന്റെ സമരം, തൊഴിലല്ലെങ്കിൽ ജയിൽ. ജയിൽ നിറയ്ക്കലായിരുന്നു. ഞങ്ങൾ ജയിലിൽ നിറച്ച് അടങ്ങത്തുള്ളൂ. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു ഈ ജയിൽ നിറയ്ക്കൽ സമരം നടന്നത്. തൊഴിലല്ലെങ്കിൽ ജയിൽ സിനിമ വരെ പുറത്തിറങ്ങി അല്ലേ? അതെ, അങ്ങനെ സിനിമ വരെ അന്നത്തെ കാലത്ത് പുറത്തിറങ്ങി. എന്താണെങ്കിലും നമുക്കറിയാം, കാപട്യം കൈമുതലാക്കിയ ഒരു പാർട്ടിയാണ് CPM. അവരുടെ പോഷക സംഘടനകൾ, അതിനപ്പുറം അവരുടെ നേതാക്കൾ, അതിനേക്കാളെല്ലാം അങ്ങനെ ഒരു കാപട്യം കൂടി കഥ നമ്മൾ പറയാം. ഒരു കാലത്ത് ആദർശ ശുദ്ധിയുടെയും സത്യസന്ധതയുടെയും ത്യാഗത്തിന്റെയൊക്കെ ഭാവങ്ങളായിരുന്ന നേതാക്കന്മാരുടെ ഒരു പ്രസ്ഥാനമാണ്. അവരുടെ ആത്മാക്കൾ ഇത് കണ്ട് കരയായിരിക്കും പരലോകത്തിൽ. അല്ല, ഇവരുടെ ആശയങ്ങളിൽ നിന്ന് അകർന്നു. അവരുടെ എന്താ പറയുന്നത്, ഇവരുടെ ആളായിരുന്നു. സോഷ്യലിസം വരുത്താൻ വേണ്ടി തൊഴിലാളി വർഗ പാർട്ടി എന്നറിയപ്പെട്ടു. സാധുക്കൾക്കും പട്ടിണിപ്പാവങ്ങൾക്കും വേണ്ടി പടപൊരുതാൻ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി സാധുക്കളെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ഈ പട്ടിണിപ്പാവങ്ങളെല്ലാം വലിയ അതൊരിക്കലും ആരോ പറഞ്ഞിട്ടുണ്ട്, ഇത് സംഭവിച്ചത് ഇവർ പണ്ട് നമ്മൾ പോയി എല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞാണല്ലോ ഈ പാവപ്പെട്ടൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കുമ്പോഴൊക്കെ കൊടുത്തിട്ടുള്ള വാഗ്ദാനം അതാണ്. ഞങ്ങളങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ഭരണം വരും, അന്ന് ഈ വയലെല്ലാം നിങ്ങളുടേതാവും, ഈ തെങ്ങ് നിങ്ങളുടേതാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വെളിയിറങ്ങി 57 ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ഗംഭീര സമ്പത്തുള്ള വീട്. അപ്പോഴാണ് പല വീട്ടുകാരൊക്കെ ശരിയാണല്ലോ, ഇവർക്ക് അധികാരം കിട്ടിയ സംഗതി ഉള്ളതല്ലോ, അങ്ങനെ അത്തരം വീടുകളിൽ നിന്ന് കല്യാണം കഴിക്കുകയും അതുകൊണ്ട് ഇനി എൻ്റെ അമ്മായിയച്ഛൻ്റെ വയല് എമ്മാർക്ക് ഇങ്ങനെ കൊടുക്കും എന്നുള്ള ചിന്ത വരികയും ചെയ്തു എന്നാണ് പറഞ്ഞത് പലരൊക്കെ. അതേ വയലാണ് ഇപ്പൊ ഇവന്മാർ അടിച്ചു നിരത്തുന്നത്. മണ്ണ് മാഫിയായിട്ട് ഇവന്മാര് തന്നെ ഏറ്റെടുത്ത് അടിച്ചു നിരത്തി. ഇവന്മാരുടെ കയ്യിലില്ലാത്ത പരിപാടികളൊന്നുമില്ല. അപ്പം എന്തായാലും കുറെ പിള്ളേരെ കൂടെ പിടിച്ച് ജാമ്യമില്ലാ വകുപ്പിൽ ജയിലിലാക്കിയപ്പോൾ ഒരു സമാധാനം വന്നിട്ടുണ്ട് ഇതിന്റെ നേതാക്കന്മാർക്ക്. ഇത് ആരുടെ ബുദ്ധിയാണോ? റഹീമിന്റെ ബുദ്ധിയായിരിക്കും അല്ലേ? ആരാണ് അതിന് പുതിയ സൈദ്ധാന്തിക അവർക്ക് ഇത്തരം ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? എന്തായാലും ഗംഭീര ബുദ്ധിയാണ്. എന്തായാലും ബ്ലേഡുമായിട്ട് ഇറങ്ങുക. ബ്ലഡി ഗ്രാമവാസീസ് എന്ന് പറഞ്ഞാൽ ബ്ലഡി ബ്ലേഡ് എന്നാണ് പറഞ്ഞത്. ബ്ലഡി ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ ബ്ലേഡ് അവരെ ചതിച്ചു. കാരണം കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. ഇതിന് പ്രത്യേക പരിശീലനം ഗൊറില്ല യുദ്ധമുറയിൽ കൊടുത്തിരുന്നു. കൈക്കട വെച്ച് പോലീസ് കിടക്കുന്ന ബ്ലേഡ് അല്ല, തന്നെ ഫുൾ ബ്ലേഡാണ്, പൊട്ടിക്കാത്ത ഓടിക്കുകയും ചെയ്യാത്ത വലിയ ബ്ലേഡ്. അത് പക്ഷേ ഇതിനിടയ്ക്ക് വെക്കാം. ഇങ്ങനെ പിടിച്ചോണ്ട് പൂളി എന്തായാലും മാങ്ങാ പൂളുന്ന പോലെ വരഞ്ഞു പൂളി. എന്നിട്ട് അവസാനം പിടിക്കപ്പെടുമെന്നായപ്പോൾ ഒരുത്തനെ പിടിച്ചു നിർത്തി അവനെ കൂടെ അങ്ങോട്ട് തലങ്ങും വിലങ്ങും അങ്ങ് പൂളി. അല്ല, അതങ്ങനെയാണ് എപ്പോഴും ഈ പലപ്പോഴും അവർക്ക് സംഭവിച്ചിട്ടുള്ള അങ്ങനെയാണല്ലോ. ഇവിടെ പല രക്തസാക്ഷികളെ കുറിച്ച് പോലും ഇപ്പോഴും പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. പണ്ടത്തെ രക്തസാക്ഷികളെ കുറിച്ച്, കൊന്നത് ആരാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. അഭിമന്യുവിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് അറിയാമല്ലോ. അഭിമന്യുവിൻ്റെ പേരിൽ പിന്നെ പണം പിരിച്ചു എന്നുള്ളതല്ലാതെ അവർ ആ പൈസ കൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതെ. അപ്പോൾ എന്താണെങ്കിലും ഈ കേസിലും EDക്ക് പിന്നാലെ ജാമ്യമില്ലാ വകുപ്പിൽ കുറെ പട്ടിണി പാവങ്ങൾ പിള്ളേർ ഇനി അകത്ത് പോയി കിടക്കും. അവരെയൊക്കെ ഭാവി പോയി. ആക്രമിച്ചതിന്റെ പേരിൽ അവരെ ഭാവി നേതാക്കന്മാർക്ക് പ്രശ്നമേ അല്ല. എല്ലാം ഉപരി ഇതിനകത്ത് ഗൂഢാലോചന കൂടി വന്നു കഴിഞ്ഞാൽ, ഈ വകുപ്പ് കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് തെളിയിക്കാം. കാരണം ഇവർ ബ്ലേഡുമായിട്ട് വന്ന എന്തിന്? ഇത് മുറിക്കാനല്ല ഒരു ബ്ലേഡുമായിട്ട് വന്ന, പോലീസിനെ ആക്രമിക്കാനാണെന്ന് ഈസി ആയിട്ട് തെളിയിച്ചാൽ മതി. തെളിയിച്ചാൽ ഇത് ആ വലിയ കുറ്റകൃത്യമായിട്ട് അത് അവിടെ കിടക്കുകയും ചെയ്യും. അപ്പം ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങൾ ഇവ അത് കണ്ടില്ലേ? ഗീനാകുമാരി എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ, ആ 9ാം പ്രതിയായ ഹരീഷ് കുമാർ, ED ആക്രമിച്ച കേസ്, അയാൾക്ക് ജാമ്യം ലഭിക്കാനായിട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ട് അവഗണിച്ച് സ്വന്തം നിലയിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കാം, എല്ലാം കഴിഞ്ഞു, അന്വേഷണം എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാം എന്ന് പറഞ്ഞ് പോവുകയുണ്ടായി. അവർക്കെതിരെ അന്വേഷണം, അത് പിന്നെ ഇദ്ദേഹമൊക്കെ ഇടപെട്ടു. DGP, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു അവരുടെ കാലാവധി കഴിയാറായി. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, ഈനാമൂർ ഒരു കാലത്ത് SFIയുടെ തീപ്പൊരി നേതാവായിരുന്നു. പക്ഷെ അതിനു വേണ്ടി MLA, MP, മന്ത്രിയൊന്നും അവർക്ക് കഴിഞ്ഞില്ല.
കിട്ടിയ ഏറ്റവും വലിയ സ്ഥാനം ഒരുപക്ഷെ ഈ പ്രോസിക്യൂട്ടറിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഇനിയെങ്കിലും പാർട്ടിയെ നേരത്തെ പണക്കണ്ട എന്ന് കരുതി ചെയ്തതായിരിക്കാം. പക്ഷേ അവരിപ്പോൾ ബാർ കൗൺസിൽ അംഗമാണെന്ന് നമ്മൾ ഓർത്തോളാം. ബാർ കൗൺസിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമാണ് അവർ. പക്ഷേ കൗൺസിലിൽ ഇപ്പൊ നിലവിലുള്ള അംഗങ്ങളെയൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കാനാണെങ്കിൽ ഇവരുടെ ഭൂതകാലവും ഭാവി കാലവും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ അല്ല, അതാണ് അഭിഭാഷകരുടെ സദാചാരവും അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട മൊറാലിറ്റിയൊക്കെ പാലിക്കാൻ അതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റിയാണ് ബാർ കൗൺസിൽ എന്ന് പറയുന്നത്. ആ ബാർ കൗൺസിലിൽ അംഗമായി തന്നെ പോകുന്ന ഒരാൾ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ട് പോകുന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇത് CPM-നെ ഗീനകുമാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ UDF സർക്കാരിനാണ് കുറ്റം പറയാൻ. കാരണം നാളെ ഇത്രയായിട്ടും സർക്കാർ വന്ന് 1 മാസമായിട്ടും പ്രോസിക്യൂട്ടറെ പോലെ ഒരിടത്ത് നിയമിച്ചിട്ടില്ല. ആലപ്പുഴ ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ആവർത്തനമെങ്കിലും പറയാം. ആലപ്പുഴ സംഭവിച്ചത് തന്നെയാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുള്ളത്. നാളെയും ഇനി പലർക്കും ജാമ്യം കിട്ടും. എന്താണെങ്കിലും അത് വല്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് അല്ലേ? പിന്നെ ഈ പറയുന്ന 9ാം പ്രതിക്ക് ജാമ്യം കിട്ടി, ഇനി അതിന്റെ ചൂട് പിടിച്ച് മറ്റേ പ്രതികൾ ജാമ്യം. അല്ല, നമ്മൾ ഈ ബ്ലേഡ് കൊണ്ടുവന്ന ആശാന്മാരെ പിടിച്ചോണ്ട് പോയാലും കോടതി ഹാജരാക്കുമ്പോൾ ഇതേ പ്രോസിക്യൂട്ടർമാരും അവിടെ ഉണ്ടായിരിക്കുക. അവരും കുഴപ്പമൊന്നുമില്ല. അവർ ബ്ലേഡ് ഷേവ് ഉപയോഗിച്ചിരുന്ന ബ്ലേഡാണ്, അത് മറന്നു പോകരുതെന്നാണെന്ന് പറഞ്ഞ പോയില്ലേ. ഇപ്പം നമുക്കറിയാം മ്യൂസിയം SHO എന്ന് പറയുന്ന ഒരു അന്തം കമ്മിയാണ്. അതെ, അതായത് പിണറായി സർക്കാരിന്റെ കാലത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്. അയാളാണ് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. കാരണം സർക്കാർ അയാളോട് പറഞ്ഞത്, അന്വേഷണ സംഘം പറഞ്ഞത്, പോലീസിന്റെ മേലുദ്യോഗസ്ഥർ പറഞ്ഞത്, ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ പാടില്ല, അങ്ങനെയുള്ള റിപ്പോർട്ട് വേണം പ്രോസിക്യൂട്ടർക്ക് കൊടുക്കാൻ. ഇത് പ്രോസിക്യൂട്ടർക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ പ്രോസിക്യൂട്ടറുടെ റിപ്പോർട്ട് എന്താണ്? ആ പ്രോസിക്യൂട്ടർക്ക് കൊടുത്ത റിപ്പോർട്ട് എന്താണ്? ഈ പ്രതിയെ ഒരു കാരണവശാലും പുറത്തു വിടാൻ പാടില്ല, തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഇനി ആൾക്കാരെ പിടികിട്ടാനുള്ള ഇതുണ്ട്, ഇത് പ്രധാന പ്രതികളെ പിടികിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എന്തായാലും ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പ്രോസിക്യൂട്ടർ. പക്ഷേ പാർട്ടി നേതൃത്വത്തോട് ചെന്ന് പറയാം, കണ്ടോ ഞാൻ ഒരു ത്യാഗിയാണ്, പാർട്ടിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ഞാൻ സഹിക്കുന്നു, മാധ്യമങ്ങളെ വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറയാം. പറഞ്ഞ ഒരു ഇരവാദം ഉന്നയിക്കാം വേണമെങ്കിൽ. ഞാൻ ഇരയായി, ഇപ്പം നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഒരു ഇരയായ ആളാണ് ഞാനെന്ന് പ്രോസിക്യൂട്ടറെ വേണമെങ്കിൽ പറയാം. അതെ, അപ്പൊ അങ്ങനെ കൊടുത്ത ഒരു റിപ്പോർട്ടാണ് അവിടെ ആ കോടതിയിൽ ഇത് അട്ടിമറിച്ച് കൊടുത്തത്. ഒന്ന് ആലോചിച്ചോണം, എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി. നീതിന്യായത്തിന്റെ കാര്യത്തിൽ പോലും ഇതാണ് അവസ്ഥയ്ക്കുള്ള കാര്യം. അതാണ് ഇപ്പം കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രോസിക്യൂട്ടറെ വെക്കുന്നു. അപ്പൊ അത് കോൺഗ്രസിന്റെ ആളാണ്. ആ കോൺഗ്രസിന്റെ ആളായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. ഇവര് പറയുന്നത് എന്താണ്? അയാള് ഈ കോൺഗ്രസിന്റെ ആളെന്ന് പറയുന്ന ആള് ഈ സർക്കാരിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ഇല്ലാത്തത് പ്രചരിപ്പിക്കുമെന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും രാഷ്ട്രീയ നിയമനമാണ് പ്രോസിക്യൂട്ടർമാർക്ക് ഇവിടെ ഉണ്ടാകാറുള്ളത്. ഒറിജിനൽ പ്രോസിക്യൂട്ടേഴ്സ് ഉള്ള CBI പോലെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിനകത്ത് സ്ഥിര നിയമനത്തിൽ പ്രോസിക്യൂട്ടർമാർ വരുന്നത്. അപ്പോൾ ഈ വരുന്നവരെല്ലാം രാഷ്ട്രീയ കളി കളിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം, നമുക്കെതിരെ വന്ന കേസുകൾക്കൊക്കെ കോടതിയിൽ ചെല്ലുന്ന ഉടനെ ഈ പ്രോസിക്യൂട്ടർമാർ എതിർക്കുമായിരുന്നു. എന്താണ് കാര്യം? അവർക്ക് തന്നെ അറിയാം ഈ കേസ് നിലനിൽക്കില്ല, ഈ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് കള്ളക്കേസാണെന്ന് ഒറ്റ ഓട്ടത്തിൽ കാണാവുന്ന രീതിയിലാണ് വരുന്നത്. അവർക്ക് തന്നെ പിന്നെ വലിയ കേസാണെങ്കിൽ വാദിക്കാൻ ആളുകളെ കൊണ്ടുവരേണ്ടി വരും. കേരളത്തിന് പുറത്ത് 1 കോടിയും 2 കോടിയും കൊടുത്ത് കൊണ്ടുവരേണ്ടി. കഴിഞ്ഞ ദിവസം പല കേസിലും ഇവര് കഴിഞ്ഞ തവണ ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. ഇവർക്ക് തിരിച്ചടി കിട്ടിയിട്ടുള്ള പല കേസിലും അങ്ങനെയാണ് കൊണ്ടുവന്നത്. എന്തായാലും ഈ ഗീനാകുമാരി എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് പോലീസ് കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അല്ല, ഇനി അവരെ പുറത്താക്കാൻ മാത്രമേ കഴിയും. അവരെ ടൈം ഏതാണ്ട് കഴിയാറായെന്ന് തോന്നുന്നു. എന്തായാലും ഒരു പാർട്ടിക്ക് മുന്നിൽ ഞാൻ ഒരു പാർട്ടിക്കാരിയാണെന്ന് തെളിയിച്ചല്ലോ. ഒരു അഭിഭാഷകന്റെ അല്ലെ ഒരു അഭിഭാഷകയുടെ ഒരു ധാർമ്മികതയില്ലേ? ആ ധാർമ്മികത പരിശോധിക്കാൻ നിയുക്തമായ സമിതിയിൽ അംഗമാണ് അവർ. അതെ, അതാണ്, അങ്ങനെയാണ്. അതും ശരിക്കും ഡയറക്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടൊന്നും അല്ലല്ലോ. വോട്ടെടുപ്പ് നടന്നു, പക്ഷേ വനിതാ സംവരണത്തിൽ കൂടെയാണ് അവർ വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഗീനാകുമാരി നമുക്കറിയാം, ഗീനാകുമാരി പഴയ SFIയുടെ തീപ്പൊരി നേതാവാണ്. ഒരുപാട് അടിയൊക്കെ ഇതുപോലൊക്കെ മേടിച്ച് കെട്ടിയ ആളാണ് എന്ന് പറഞ്ഞ് അന്ന് അടി മേടിച്ച് കെട്ടിയതും ഇന്ന് കോടതിയിൽ കാണിച്ചു കൂട്ടുന്നതും തമ്മിൽ ബന്ധമില്ല. കാരണം ഒരു സർക്കാരിന്റെ അഭിഭാഷകയായിട്ടാണ് അവർ നിൽക്കുന്നത്. അത് പിണറായി ആണെങ്കിലും ശരി, VD സതീശനാണെങ്കിലും കേരള സർക്കാർ അഭിഭാഷകയാണ്. അല്ല, കേരള സർക്കാർ അടിയന്തരമായി മുഖ്യമന്ത്രിക്കാണ് നിയമം അടിയന്തരമായി പുതിയ ആളിനെ അവിടെ നിയമിക്കുക, അത്രേ ഉള്ളൂ. അല്ല, ഈ പ്രോസിക്യൂട്ടറുടെ പേരിൽ നടപടി എടുത്തിട്ട് ഒന്നും സംഭവിക്കാൻ പോകും. കാരണം അവരുടെ ടൈം കഴിയാറായി, അവർ പോകും. അതെ, വേറെ ആളിനെ നിയോഗിക്കുക. അതിന് എത്ര പേരുടെ കത്ത് വേണം എന്നാലോചിച്ച് നോക്കും. 100 നമ്മൾ കഴിഞ്ഞ ദിവസം DYSPയുടെ സ്ഥലമാരുടെ കാര്യം പറഞ്ഞവരാണ് ഇത്. ക്ലിയർ ആവാൻ വേണ്ടി 1000 ആളാണ് വന്നുകൊണ്ടിരിക്കുന്നത് 4 ഭാഗത്തുനിന്ന്. എന്താണെങ്കിലും ഈ പറയുന്ന ഇത്തരം അട്ടിമറികൾ ഇനി സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ED ആക്രമിച്ച കേസ് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഗൗരവമായ കുറ്റമാണ്. അല്ല, അത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കേസാണത്. കാരണം ഓൺ ഡ്യൂട്ടിയിലാണ് അവർ പ്രധാനപ്പെട്ട കേസ് അന്വേഷിക്കാൻ വരുമ്പോൾ അവർ കൊല്ലാൻ നോക്കുകയാണ് അവരെ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പം EDയിൽ നിന്ന് തന്നെ EDയിലേക്ക് തന്നെ നമുക്ക് വരാം. ED കക്ഷി ചേരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ കേസിൽ ED കക്ഷി ചേരുന്നുണ്ട്. ഈ കേസിൽ ED കക്ഷി ചേരാതിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് അറിയാമോ?
ED-യിലെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. അതെ. എന്നിട്ട് ഇവര് കോടതിയിൽ ഉന്നയിച്ച വാദം എന്താണ്? ED കൊല്ലടാ അവനെ എന്ന് അവൻ ആക്രോശിച്ചുകൊണ്ട് തെലുങ്കനായിരുന്നു. അത് ED തെലുങ്കനാണ്, അതുകൊണ്ട് അയാൾക്ക് ഇത് എങ്ങനെ മനസ്സിലാവും, അതുകൊണ്ട് ജാമ്യം കൊടുക്കണം, ഇത് ചുമ്മാ പോലീസ് കെട്ടിച്ചമച്ച സംഭവമാണ്. അപ്പൊ ED-യുടെ ഉദ്യോഗസ്ഥൻ തെലുങ്കനാണെങ്കിലും ഈ വണ്ടി ഓടിച്ച ഡ്രൈവർ മലയാളിയല്ലേ? മാത്രമല്ല കൂട്ടത്തിൽ മലയാളി ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇത്തരം ബാലിശമായ വാദങ്ങളാണ് ഇവര് പ്രതികൾക്ക് ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതാണ് ശരിക്കും നമ്മൾ വെള്ളരിക്ക പട്ടണത്തിലാണോ ജീവിക്കുന്നതെന്ന് നമ്മൾ സ്വാഭാവികം സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മളെന്നിട്ട് എപ്പോഴും ഉച്ചയ്ക്ക് വടക്കേന്ത്യയിൽ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെ വല്ല ഉത്തർപ്രദേശിൽ ഇങ്ങനെ ആരെങ്കിലും കണ്ടോ പുറല്ലോ കാണൂലേ? എന്താണെങ്കിലും ശരി, ED-യിലേക്ക് തന്നെ നമുക്ക് വരാം. അതെ 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 അതെ. അങ്ങനെ ED-യുടെ ചോദ്യം ചെയ്യൽ 2 റൗണ്ട് കഴിഞ്ഞതോടെ തൈക്കണ്ടി വീണ ഏതാണ്ട് പെട്ടു. ക്ഷീണതയാണെന്ന് തോന്നുന്നത്. 11 മണിക്കൂർ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും ED നേരെ പിണറായി വിജയനിലേക്ക്. അച്ഛന്റെ മാർഗത്തിലാണോ? എനക്കറിയില്ല എന്ന് പലത് കാര്യത്തിലും പറഞ്ഞു എന്നാണ്. എനക്കറിയില്ല എന്ന് പറഞ്ഞു. അല്ല, നിയമസഭയിൽ കുഴൽനാടനെ പേരെടുത്ത് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് തോന്നിവാസം പറയരുതെന്ന് പറഞ്ഞ ആളാണ്. മനസ്സിലായി? വീട്ടിൽ പറഞ്ഞ അദ്ദേഹം സഹിക്കൂല കേട്ടോ. അത് അദ്ദേഹം പാർട്ടിയുടെ നേതാക്കളെ ആരെ വിളിച്ചാലും പുള്ളി സഹിക്കും. ഈ ഉള്ളത് പറയുമ്പം കള്ളന് തുള്ളലെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന്. നമ്മള് 3 നേരം ചോറുണ്ണുന്ന സാധാരണ ബുദ്ധിയുള്ള, അത്യാവശ്യം തലച്ചോറുള്ള, മടിയിൽ കനമില്ലാത്ത സാധാരണക്കാർക്ക് ഒക്കെ മനസ്സിലായി പിണറായി വിജയൻ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. ഏതായാലും വീണയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അന്വേഷണം പിണറായിലേക്കും ആ മന്ത്രിസഭയിലെ പല അംഗങ്ങൾക്ക് നേരെ എത്തും എന്നുള്ളതാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഇതിനകത്ത് ED-യുടെ കള്ളപ്പണം വെളുപ്പിക്കലിനേക്കാൾ ഉപരി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മകളുടെ തട്ടിക്കൂട്ട് കമ്പനിയിലൂടെ കോഴ വാങ്ങിയോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സത്യത്തിൽ ഇതിനകത്ത്. അതല്ല, വീണയ്ക്ക് അവർ പൈസ കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം വേണ്ടേ? നമ്മുടെ സ്ഥാപനത്തിലെ അതെല്ലാം സ്ഥാപനങ്ങൾ നമുക്ക് പല കാര്യങ്ങളും ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ അവർ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ അവർക്കൊരു ബില്ല് വരും, നമ്മൾ പൈസ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അതല്ലാതെ ആ MD-ക്ക് 5 ലക്ഷം രൂപയും പണിക്ക് വേറെ 2 ലക്ഷം കൊടുക്കാൻ നമ്മൾ കേട്ടിട്ടില്ല. അത് ഒരാൾക്കാണേ വേണ്ടിയില്ല. എക്സാലോജിക്ക് കമ്പനിക്കും പ്രത്യേകം, MD-ക്ക് ഒരു ഇനാം MD-ക്ക് കിട്ടാം. അപ്പൊ എനിക്ക് തോന്നിയത് ഇതാണ്, അതായത് ഈ കമ്പനിയാണ് എക്സാലോജിക്ക് വീണയുടെ ആണല്ലോ, കമ്പനി അറിയാതെ വീണ ഒരു 3 ലക്ഷം കമ്മീഷൻ മേടിച്ചതായിരിക്കും. അങ്ങനെ സംഭവം വേറെ കമ്പനിയാണെന്ന് പറഞ്ഞാലും മതിയല്ലേ? ഞാൻ അല്ല, കമ്പനിയെ പറ്റിച്ചൊരു വലിയ ജോലിയാണ് ചെയ്തതും നമുക്കറിയാലോ. ടാലി അതുപോലെയൊക്കെയുള്ള സാധാരണ അമേരിക്ക ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. അമേരിക്കയിൽ ആപ്പിളിൽ നാളെ കൊണ്ടുവന്ന് ചെയ്യിക്കേണ്ട ജോലിയാണ് ചെയ്തതെന്നാണ് പൊതുവെ കരുതിയിരിക്കുന്നത്. ഇവിടുത്തെ അന്തം കമ്മികൾ മാത്രമാണ് ഇപ്പൊ സേവനം കൊടുത്തതായിട്ട് പറയുന്നത്. കാരണം ഇവിടുത്തെ ED-യും SFIOയും ഈ പറയുന്ന സാമാന്യ ബുദ്ധിയും വിദ്യാഭ്യാസമുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന ആർക്കും ഇതൊക്കെ മനസ്സിലാവുന്നുള്ളതേ ഉള്ളൂ. അവരാർക്കും ഇത് നടന്നതായിട്ട് അറിയില്ല, സേവനം കൊടുത്തതായിട്ട് അറിയില്ല. ഈ ഔദ്യോഗിക ഗവൺമെന്റ് ഔദ്യോഗിക ഏജൻസികൾക്ക് അറിയില്ല. പക്ഷെ അന്തം കമ്മികൾ പറയുന്നത് ഇവിടെ സേവനം കൊണ്ട് പൊറുതി മുട്ടി. കാരണം 8 ലക്ഷം രൂപയൊന്നും കൊടുത്താൽ പോരായിരുന്നു. ശതകോടീശ്വരനായ കർത്തയുടെ കമ്പനിക്ക് അവരെ ഒരു ലെവലിലുള്ള കമ്പനിയെ വിളിക്കാനും പറ്റുള്ളൂ. അല്ല, വേറൊരു കാര്യമുണ്ട്, ഇത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നാ പറയുന്നത്. പക്ഷെ ഇത് മാസം തോറും 8 ലക്ഷം രൂപ കൊടുത്തതിന്റെ ഗുട്ടൻസ് എനിക്ക്. ഈ എക്സാലോജിക് എന്ന് പറയുമ്പോൾ ആപ്പിള്, ഗൂഗിള്, UST തുടങ്ങിയ വൻകിട സ്ഥാപനങ്ങളെക്കാൾ 1 പടി മുകളിൽ നിൽക്കുന്ന സ്ഥാപനമാണെന്നാണ് നമുക്കിത് കണ്ടാൽ തോന്നുന്നത്. അവർ പോലും ഇത്രയും പൈസ വാങ്ങിക്കുന്ന സംശയമാണ് എന്തെങ്കിലും കാര്യം നമ്മളവരുടെ സേവനം ആവശ്യപ്പെട്ട. എന്തായാലും ശരി, ഇത് അന്നേ എല്ലാവർക്കും അറിയാം. ഇത് ഈ എക്സാലോജിക്ക് കമ്പനിയുടെ പേര് പറഞ്ഞ് ഇവർ കിടന്ന് തൂങ്ങി ആടുന്നുണ്ട്. ഈ ചുറ്റി വളഞ്ഞ് മൂക്കെ പിടിക്കാന്ന് പറഞ്ഞു. ഈ കമ്പനിയോ അല്ലെങ്കിൽ വീണ വിജയന്റെ മാസപ്പടിയോ അല്ല പ്രശ്നം, ഇത് ആർക്കുള്ള മാസപ്പടിയാണ് എന്നുള്ളതായിരുന്നു. മാത്രമല്ല വീണയ്ക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന്റെ വർക്ക് എന്നുള്ള കാര്യത്തിൽ? അത് ഇവിടുത്തെ കുറെ അന്തംകമ്മികളെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇവിടെ ഈ ക്യാപ്സ്യൂൾ വിതറാൻ ക്യാപ്സ്യൂൾ വിതറാൻ കുറെ പേരെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. ഏത് രീതിയിലാണ് ഇതെന്നുള്ളത് നമ്മുടെ അരുൺകുമാറിനെയും കൊണ്ടുപോകണം, അനിൽകുമാറിനെയും കൊണ്ടുപോകണം. പിന്നെ അപ്പുറം ഇപ്പുറം ഈ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ക്യാപ്സ്യൂൾ വാരി വിതറുന്ന കുറെ അടിമക്കമ്പനി. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഇന്ത്യക്കാരായി IT മേഖലയിൽ പണിയെടുക്കുന്നത് ഏറ്റവും അധികം മലയാളികളാണല്ലോ. ഒരു പക്ഷേ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒക്കെ അവരും ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഈ ടാലിക്കും ഇതിനൊക്കെ ഇത്രയും വലിയൊരു ബില്ല് കൊടുക്കാൻ അവിടെയുണ്ട് ഈ അന്തം കമ്മികൾ. അത് ഈ IT ഫീൽഡിൽ പങ്കെടുക്കുന്ന ചില അന്തം കമ്മികൾ വന്ന് ഇതിനൊരു നിർവചനമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന് ഇത്ര രൂപയൊക്കെ ആകും, അതായത് മാസം 8 ലക്ഷം രൂപ. എങ്ങനെയുണ്ട്? എന്താണെങ്കിലും ഇത് കൊള്ളപ്പണത്തിന്റെ അതായത് കരിമണൽ കൊള്ളയടിച്ചതിന്റെ കൈക്കൂലി പണം ഉള്ളത് പലർക്കും കൊടുത്ത കൂട്ടത്തിൽ അത് പിണറായി വിജയൻ വാങ്ങി. പിണറായി വിജയൻ പക്ഷേ സത്യപ്രതിജ്ഞാ ലംഘനം നടത്താതിരിക്കാൻ വേണ്ടിയും നേരെ ഈ പൈസ ഉപയോഗിക്കാൻ എന്നുള്ളത് കൊണ്ടും എന്ത് സംഭവിക്കുന്നു? ഈ പൈസ
മകളുടെ തട്ടിക്കൂട്ട് സത്യം കമ്പനി. പറഞ്ഞാൽ ഒരു വാക്കുണ്ട്, വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്നൊരു വാക്കുണ്ട്. ഫിയർ ഇല്ല പുള്ളിക്ക്. ഫിയർ ഇല്ല പുള്ളിക്ക്, പണ്ടുമില്ല. ഫിയർ ഒരു പിടിച്ച വാള് കാണാം. ഫേവർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെ, വിത്തൗട്ട് ഫിയർ ഓർ പുള്ളിക്ക് ഫിയർ ഇല്ലെന്ന് പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ കുറെ പേര് ചുറ്റിനും കരിങ്കൊടി കാണിക്കാൻ മാത്രം. മറ്റേ സന്ദേശത്തിൽ നമ്മുടെ മമ്മൂക്കയുടെ മണ്ഡലം പ്രസിഡന്റ് പറയുമല്ലോ, പൊതുവാൾജി എന്റെ ചുറ്റും വന്ന് നിറഞ്ഞ് എന്നെ എല്ലാവരും നിരന്നിരിക്കൂ, നിങ്ങൾ എന്റെ നിങ്ങളെ ജീവൻ കൊടുത്തു എന്നെ രക്ഷിക്കൂ, ജീവൻ കൊടുത്തും രക്ഷിക്കൂ എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ ഇവിടുത്തെ അടിമകളോട് പറഞ്ഞു, നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ എന്തായാലും രക്ഷിക്കണം. നിങ്ങളുടെ നേതാവിനെ, അദ്ദേഹത്തിന്റെ പാവപ്പെട്ട മകളെയും, ഒരേ ഒരു പാവപ്പെട്ട ഒരു മകളാണ്, ആ മകളെയും രക്ഷിക്കണം. കാരണം അത് നിങ്ങൾ മാത്രമേ അത് രക്ഷിക്കാനുള്ളൂ. അങ്ങനെ ഈ രക്ഷിക്കാൻ വേണ്ടി വന്നവന്മാരതാ ഇപ്പൊ അകത്ത് കിടന്ന് ഉണ്ടതില്ലത്. അതെ. അപ്പം സംഗതി എന്താണെങ്കിലും നേരത്തെ അന്വേഷിക്കേണ്ടത് ഇത് തന്നെയാണ്. ഈ പണം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് മറ്റെന്തിനുള്ള കൈക്കൂലിയാണ്. ഇത് പിണറായി വിജയനുള്ള കൈക്കൂലിയാണ്. ആ കൈക്കൂലി മകളുടെ കമ്പനിയിലേക്ക് കൊടുക്കുന്നു. അത് ആർക്കും ഇവിടെ നിൽക്കുന്ന ഒരു സാധാരണ കേരളീയന് മനസ്സിലാകാവുന്ന കാര്യമാണ്. പിണറായി വിജയനുള്ള കൈക്കൂലിയാണ്. അപ്പൊ മകളുടെ കമ്പനി വഴി ഏതായാലും ഒരു മൂന്നാം ഭരണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കേരളം എത്ര സുന്ദര മനോഹര രാജ്യമായി മാറുമായിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. സത്യത്തിൽ അല്ല, ഇതിനകത്ത് ഇനിയിപ്പം വീണയ്ക്ക് വീണ്ടും ഹാജരാകണോ എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. ഇതെല്ലാം ചോദിച്ച്, അതായത് ഈ രേഖകളെല്ലാം വെച്ച് വട്ടം ഒപ്പിച്ച് ഇതിനെല്ലാം കൂടെ ഒരു കണ്ണിയിലേക്ക് കൊണ്ടുവരണമല്ലോ. അതെ, കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും പിണറായി വിജയനെ വിളിപ്പിക്കും. എന്തായാലും നന്നായി ട്യൂഷൻ കൊടുത്തായിരിക്കും അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇത്രയും ട്യൂഷൻ എടുത്താൽ ഈ ഇഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നിരന്തരം ഇത്രയും തെളിവും വെച്ച് ചോദിക്കുമ്പോഴേ കുറച്ച് നമ്മൾ പതറിപ്പോൾ ആരാണെങ്കിലും പിണറായി വിജയന് വേണ്ടി പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് ഈ വിട്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും വരുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിട്ടാണ് ഈ ഉരുപ്പിടിച്ച വാളിനിടയിലൂടെ പോയി ഇരട്ടച്ചങ്കൻ ഇഡിയുടെ മുമ്പിലേക്ക് പോകുന്ന സുദിനമാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. പ്രത്യേക ആക്ഷൻ അന്ന് വേണ്ടി വന്നേക്കും. പക്ഷേ നമ്മളുടെ ബലമായ സംശയം അന്ന് ഇഡിയെ ആക്രമിക്കുവാൻ ഈ പറയുന്ന അന്തം കമ്മി സഖാക്കൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയുന്നത്. അന്ന് ഇവർ പറഞ്ഞു നിങ്ങൾ പിണറായി വിജയനെ വേട്ടയാടാൻ ശ്രമിക്കുക. ഇന്ന് വാർത്ത വന്നു പിണറായി വിജയൻ ആരും ഇതുവരെ ഒരു പ്രസ്താവനയായിട്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞത് ആരായിരുന്നു? അതിനിടയ്ക്ക് ആരോ പറഞ്ഞായിരുന്നില്ല ഈ ഉപ്പ് തിന്നവർ വെള്ളം പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ്. അതെ, എല്ലാവരും അങ്ങനെ പറഞ്ഞു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോ പിണറായി വിജയനെ എന്താ പറയുന്നത്, പ്രൊട്ടക്ട് ചെയ്താണ് പറഞ്ഞത്. എന്താണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. പിണറായി വിജയൻ ഇഡിക്ക് മുന്നിലേക്ക് പോകണം. ഇഡിക്ക് മുന്നിലേക്ക് പോകുമ്പോൾ വരാൻ പോകുന്നത് ഇതിനകത്തേക്ക് CBI വരും. CBI വരാൻ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അഴിമതി നിരോധന നിയമപ്രകാരം കൈക്കൂലി വാങ്ങിയതാണ് ഈ പണമെന്ന് ഇഡിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിന്റെ ഫർദർ കാര്യങ്ങൾ ചെയ്യേണ്ട CBI വരും. CBI വരുന്നുണ്ടെ അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തടങ്കലിൽ പോകുന്ന ഒരവസ്ഥ. അയാളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി, ലാവലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. ഇതെല്ലാം വെറും ആരോപണം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സത്യത്തിൽ ഇപ്പോ ഈ പറയുന്ന സൈബർ സഖാക്കൾ ഇതിൽ കാണാനേ ഇല്ല. കിണർകോലുവിനെയും കാണുന്നില്ല. കിണർകോലു വേറെ എന്തെങ്കിലും പണിക്ക് പോയി കാണും. അല്ല, ഇതില് പിന്നെ നമ്മുടെ ഈ സൈബർ വേൾഡിൽ കാണുന്നില്ല. പിന്നെ വിവരം കേട്ടാൽ ചില അന്തം കമ്മികൾ ഗൾഫിലും അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഓരോ വായി വരുന്നത് പറയുന്ന കേട്ടാ തോന്നുന്നു ഇവന്മാർ ഈ ലോകത്തിലേക്കും വലിയ അറിവിന്റെ നിറകുടമായ ഭണ്ഡാരങ്ങളാണെന്നാണ്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. ഈ പിണറായി വിജയൻ ആരാണെന്ന് അവർക്കറിയില്ല. അയാൾ കാണിച്ചു കൂട്ടിയ വേലത്തരങ്ങൾ എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷെ ഇവരെല്ലാവരും വലിയ 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 ശാസ്ത്ര വിശാരദന്മാരായിട്ട് വന്നു നിന്ന് അങ്ങ് അർമാദിക്കാണ്. കുറെ അന്തം കമ്മികൾ വന്ന് അത് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴത്തേക്ക് ഇവർ വീണ്ടും അടുത്ത വീഡിയോയുമായി നിങ്ങളെ ഉടനെ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതായത് നമുക്ക് ഓർമ്മ വരുന്നത് ശ്രീനിവാസനെയാണ്. മോഹൻലാലിന്റെ സിനിമയ്ക്കകത്ത് സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ഇല്ലയോ, എല്ലാവർക്കും പാനീയങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, പാനീയങ്ങളും മറ്റൊരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് പോകാന്ന് പറയുന്ന പോലെ. അപ്പൊ എന്താണെങ്കിലും ശരി, എന്തുകൊണ്ടാണെന്നറിയില്ല ഇവിടുത്തെ നേതാക്കന്മാർക്കെല്ലാം മൗനമാണ്. പക്ഷെ ഇവർ ഉള്ളിൽ ചിരിക്കുകയാണ് അവര്. അന്നവിടെ അടിയുണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാമല്ലോ. പരമാവധി നാറ്റിക്കാന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് പരിപാടി ചെയ്തത്. പണി കൊടുക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. ഒറ്റയ്ക്ക് മേടിച്ച് കട്ട് തിന്നതാണ്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ കുറിപ്പെഴുതുന്ന പ്രവാസി ലോകത്ത് ജീവിക്കുന്ന മലയാളികൾക്ക് വരുമ്പോൾ ഇനി നല്ല ബ്ലേഡ് കൊണ്ടുവരണം. ഇവിടെ കണ്ടത് മുഴുവൻ തുരുമ്പെടുത്ത ബ്ലേഡാണ്. നല്ല സോന ക്ലോക്കിന്റെ വില കൂടിയ ബ്ലേഡ് കൊണ്ടുവന്ന് ഇവിടെ നമ്മളിനി വളരെ പിന്നെ ഇതോടെ കാത്തിരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു ആ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോയി. പിണറായി വിജയനെ ED ചോദ്യം ചെയ്യുന്ന സമയത്ത് കാറ് തല്ലി പൊട്ടിക്കാൻ, അതുപോലെ തന്നെ അവരെ ആക്രമിക്കാനും
വരില്ലേ ഇതുവഴി ആനകളെയും തെളിയിച്ചുകൊണ്ട് എന്ന് ഉള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങൾ കൃത്യമായി വരണം. അന്ന് നിങ്ങൾ പറഞ്ഞ ഇതാണ്, അന്ന് ആദ്യത്തെ മരുമോന്റെ സംഘപരിവാർ അജണ്ടയാണെന്നായിരുന്നു മരുമോന്റെ ആദ്യം. പിന്നെ ഇന്നേ വരെ അങ്ങനെ ഒരു മാത്രമല്ല ED ഓഫീസിനകത്ത് മരുമോൻ നിരത്തിറങ്ങുന്നില്ല, കാരണം തന്നെ ഇരിക്കുകയാണ്. പിന്നെ കണ്ടില്ല. പിന്നെ പിണറായി വിജയൻ ഉച്ചയായപ്പോ വന്ന് കൈ മുഷ്ടിയൊക്കെ ചുറ്റി നമ്മൾ ഒന്നിച്ചിറങ്ങുകയാണ്, നമ്മൾ ഈ അജണ്ടയെ നമ്മൾ നേരിടും. അതും അവിടെ കഴിഞ്ഞു. ഇറങ്ങി അവനവന്റെ വീടുകളിൽ പോയി. അല്ല, ഈ പിന്നെ കാറെല്ലാം അടിച്ചു പൊളിച്ച് കുറെ പേര് അകത്തും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിക്കാർ പതുക്കെ വലിഞ്ഞു. വീണയാണ് വിളിച്ചിരിക്കുന്നത്, വീണ പൊക്കോട്ടെ, വീണ പാർട്ടി അംഗമല്ല, വീണ തന്നെ അനുഭവിക്കട്ടെ എന്നുള്ള ലെവലായി. അപ്പോഴും പിണറായിയെ തൊട്ടാൽ ഞങ്ങൾ പിടിക്കും. പക്ഷേ പിണറായിക്ക് ഇപ്പൊ ഇവര് പറയും പിണറായിയെ വേട്ടയാടുകയാണ് എന്ന് ഇവരൊക്കെ പറയും. എന്ത് ലോജിക്കാണുള്ളത്? പിണറായി ഇപ്പൊ ഭരണത്തിലില്ല. അല്ല, പിണറായിയെ വേട്ടയാടി എന്ത് കുന്താ നേടാൻ? പിണറായിയുടെ പാർട്ടി പോലും സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ട. അവരെ തൂത്ത് വാരി കളഞ്ഞു. കഴിഞ്ഞ ദിവസം നിയമസഭയെ കിടന്ന് ചാടി കയറിയതെല്ലാം ഇയാള് കാരണം പാർട്ടി പോയതിന്റെ കലിപ്പ് തീർക്കാൻ വേണ്ടിയാണ്. കൂടെയുള്ള MLA അവരെ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഞങ്ങളാരും തീർന്നു പോയിട്ടില്ല. ഇത് പറയുമ്പോ ഒരു 2 കൈയടിക്കാൻ പോലും പുറകിൽ ആളില്ലാത്ത ഒരു അവസ്ഥയിലാണ് പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമായിരിക്കും. അപ്പോൾ പിണറായി വിജയൻ EDയുടെ മുന്നിലേക്ക് എത്തും. ED അയാളെ ചോദ്യം ചെയ്യും. അയാളുടെ പഴയകാല ബാങ്ക് ലോക്കർ തുറന്ന് അപ്പോഴത്തെ ഇവിടെ എന്തൊരു ബഹളമായിരുന്നു. ചാനലിൽ ഒരു അവതാരം ചാടുന്നുണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. പക്ഷേ ബാങ്ക് ലോക്കർ പോയ ദിവസം, തുറന്ന ദിവസം, അടച്ച ദിവസം എല്ലാം അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊണ്ടുപോയി. ഇതെല്ലാം വെച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചെന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിനൊന്നും അനക്കറിയില്ല. വീണ മോക്ക് അച്ഛനില്ലെങ്കിൽ പേടിയാ. അച്ഛൻ പറയാത്തവർ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് പേടിയായതുകൊണ്ട് അവിടെ ഉള്ള കാര്യമല്ല, തത്ത പറയുന്ന പോലെ പറഞ്ഞു. എന്താണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിണറായി വിജയനെ ED തൂക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു ഏതാണ്ട് അതിന് അടുത്ത് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ കഴിയുകയില്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കുക. ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ കണ്ണുരുട്ടിയിട്ടോ പിന്നെ ഞാൻ പണ്ട് മറ്റേ കില്ലാടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണെങ്കിലും പിണറായി വിജയനിലേക്ക് ED എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയോടുകൂടി ഇന്നത്തെ ന്യൂസ് ടോക്ക് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.